ഹലോ ഗൈസ്, ഞാനിന്ന് ഒരു സിനിമ കാണാൻ വേണ്ടിയിട്ട് പോയതായിരുന്നേ. അപ്പോൾ ആ ഒരു സിനിമ കണ്ട് കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ഈ ഒരു സിനിമയെ പറ്റിയിട്ട് ആരോടെങ്കിലൊക്കെ ഒരു 4 വാക്ക് ഇങ്ങനെ സംസാരിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ സെക്കൻഡ് ഷോയ്ക്കായിരുന്നു പോയത്. ഞാനിപ്പോൾ തിരിച്ചെത്തി കഴിഞ്ഞപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു 1:30 മണിയായിട്ടുണ്ട്. സോ സംസാരിക്കാനായിട്ട് വേറെ ആരും കിട്ടിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളോട് തന്നെ പറയാം. ഇതൊരു റിവ്യൂ ഒന്നുമല്ല, ഈ ഒരു സിനിമയെ പറ്റിയിട്ട് എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ്. ബേസിൽ ജോസഫും നസ്രിയ നാസിമും അതുപോലെ തന്നെ സിദ്ധാർത്ഥ് ഭരതനും ഒക്കെയുള്ള ആ ഒരു സിനിമ തന്നെ സൂക്ഷ്മദർശിനി പടം ഇറങ്ങിയിട്ട് ഒരു 1.5 ആഴ്ച ആയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇപ്പോഴാണ് കാണാൻ പറ്റിയത്. എന്താ പറയാ, നല്ലൊരു അടിപൊളി സിനിമ. ആദ്യം മുതൽ അവസാനം വരെ ആ ഒരു സസ്പെൻസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നൈസായിട്ട് ഗ്രാജുവലി ആ ഒരു ഗ്രാഫ് അങ്ങനെ കൊണ്ടുപോകാനായിട്ട് നമ്മുടെ ഡയറക്ടർ സാറിന് പറ്റിയിട്ടുണ്ട്. സ്ക്രീനിൽ നിന്ന് കണ്ടെടുക്കാനായിട്ട് നമുക്ക് തോന്നുകയില്ല. അത്രയ്ക്കും നല്ലൊരു ഡയറക്ഷൻ ആയിരുന്നു. ഡയറക്ഷൻ മാത്രമല്ല, സിനിമാറ്റോഗ്രാഫി ആണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും എല്ലാം ഒന്നിനൊന്നും മികച്ചു നിൽക്കുന്ന സംഭവങ്ങളാണ്. ഒരു 2-2.25 മണിക്കൂർ പോകുന്നത് അറിയേയില്ല. പിന്നെ സ്ക്രിപ്റ്റിങ്ങിന്റെ കാര്യം, ഏത് നിമിഷവും കൈവിട്ട് പോകുന്ന ഒരു സബ്ജക്ട് വെച്ചിട്ടാണ് ഈ കളിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു പോയിന്റിൽ പോലും നമ്മളെ ഡൗട്ട് അടിപ്പിക്കാത്ത രീതിയിൽ കാര്യങ്ങളൊക്കെ അങ്ങനെ നൈസായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിൽ അവസാനം ആ ഒരു സസ്പെൻസ് അങ്ങോട്ട് പൊളിക്കുന്നുണ്ട്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഭയങ്കര ക്യൂട്ട് ഫൺ ആയിട്ടുള്ള രീതിയിലാണ് കഥ പറഞ്ഞു തുടങ്ങുന്നത്. പിന്നീട് അങ്ങോട്ട് കുറച്ച് ഡാർക്ക് ലെവലിലേക്കുള്ള കോമഡികളൊക്കെ അതിനകത്ത് ഇരിപ്പുണ്ട്. ബേസിൽ ജോസഫും സിദ്ധാർത്ഥ് ഭരതനൊക്കെ ആയിട്ടുള്ള ആ ഒരു കോമ്പിനേഷൻ, ആ ഒരു സാധനമൊക്കെ ഉണ്ട്. നല്ല രസമാണ് ആ ഒരു സീനൊക്കെ. അങ്ങനെ ആകെ മൊത്തത്തിൽ ഈ ഒരു സിനിമ എന്താ പറയാ, കണ്ടിരിക്കാനായിട്ട് നല്ലൊരു സിനിമയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയൂ. അപ്പൊ ശരി, എന്നാൽ ഞാൻ പോയി കിടന്നുറങ്ങട്ടെ.